മാജിക് അവനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വ്യത്യസ്തമായ പലതരം വിഭവങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുതുവർഷത്തിലും. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ചിക്കൻ്റെ എത്ര വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കി കാണിച്ചാലും പ്രേക്ഷകർക്ക് പിന്നെയും പിന്നെയും അതിൻ്റെ വ്യത്യസ്തമായ പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മലയാളി വീട്ടമ്മമാർക്ക്. ഇപ്പോൾ നമ്മളുടെ വീടുകളിലെല്ലാം സാധാരണ ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻസിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ഒരുപാട് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. മത്സ്യം എല്ലാ ദിവസവും ഉള്ളതായിരിക്കും, ഒരു പക്ഷേ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ചിക്കൻ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കാം, എങ്കിൽ പോലും മാസത്തിൽ 4 ദിവസമാകുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ എല്ലാ ദിവസവും ഒരു ചിക്കൻ കറി, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ, പിന്നെ പല പല സ്പെഷ്യൽ ഡിഷസും ഒക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. എങ്കിലും വീണ്ടും പുതിയ വിഭവങ്ങൾ കാണാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഇന്നും നമ്മളൊരു ചിക്കൻ്റെ വിഭവമാണ്. ഇന്നത്തെ ചിക്കൻ ഐറ്റം വളരെ നാടനായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ റെസ്റ്റോറൻറ്റ്സിൽ ചെന്ന് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണെങ്കിലും ഈ നാടൻ വിഭവങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക, വളരെ ഡിഫറെൻ്റായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിലൊരു മലയാളി ടച്ചുള്ള, അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ വിഭവം എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നൊരു സാധനമാണ്. എന്താ പറയുക, സാധാരണ നമ്മൾ ചിക്കൻ മസാല വരട്ടെ എന്ന് പറയും, ചിക്കൻ ചോപ്സ് എന്നൊക്കെ പറയുന്നത്. ചിക്കൻ ചോപ്സ്, ചിക്കൻ മസാല, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ചിക്കൻ മസാല. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഗ്രീൻ പീസ് മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ സ്വാദാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം, നമ്മൾക്ക് ചുറ്റുമുള്ള ചേരുവകൾ മാത്രം മതിയാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം 20 കഷ്ണങ്ങളായി മുറിച്ചത്, വേവിച്ച ഗ്രീൻ പീസാണ് ഇത്, ഫ്രഷ് ഫ്രോസൺ പീസാണിത്. സവാള 2 വലുത് കഷ്ണങ്ങളായി മുറിച്ചത്, പച്ചമുളക് 2 എണ്ണം 2ആയി പിളർന്നത്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 3/4 കപ്പ്. ഇനി അരയ്ക്കാൻ വേണ്ട ചേരുവകൾ: മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിരിയൻ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ വരെ ചേർക്കാം, 1/2 മുതൽ 3/4 ടീസ്പൂൺ, കൊച്ചുള്ളി 10-12 എണ്ണം ചേർക്കാം, വെളുത്തുള്ളി ചൈന വെളുത്തുള്ളി ആണെങ്കിൽ 10-12 അല്ലി, വലിയ കഷ്ണം ഇഞ്ചി ആണെങ്കിൽ 1 കഷ്ണം, അതല്ലെങ്കിൽ 2 ഇടത്തരം, എണ്ണ 4 ടേബിൾ സ്പൂൺ, 5-6 ചെറിയ ഉള്ളി നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞു വെക്കുക, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. ഇനി നമുക്ക് ചിക്കൻ ഗ്രീൻ പീസ് മസാല തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ആദ്യം വേണ്ടത് മുളക് പൊടി 2 തരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. അപ്പോൾ പിരിയൻ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുക്കാം, നല്ല നിറച്ചൊരു ടേബിൾ സ്പൂൺ. അതിനോടൊപ്പം സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, അതും 1 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി കൂടുതലാണ് വേണ്ടത്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പം നല്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, ഗരം മസാല പൊടിച്ചത്, അത് നമ്മൾ 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൊടി. പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ വരെ ചേർക്കാം, 1/2 മുതൽ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഇനി വലിയ കഷ്ണം ഇഞ്ചി ആണെങ്കിൽ 1 കഷ്ണം, അതല്ലെങ്കിൽ 2 ഇടത്തരം കഷ്ണം, 1 ചെറുതും 1 ഇടത്തരവും. പിന്നെന്താ, വെളുത്തുള്ളി ചൈന വെളുത്തുള്ളി ആണെങ്കിൽ 10-12 അല്ലി, അല്ലെങ്കിൽ ഒരു വലിയ കുടം. ഇപ്പം ചെറിയ സാധാ വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ, ഒരു 10-20 അല്ലിയെങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി. പിന്നെ കൊച്ചുള്ളി 10-12 എണ്ണം ചേർക്കാം, 12 കൊച്ചുള്ളി. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല മഷി പോലെ അരയ്ക്കണം. മഷി പോലെ എന്ന് പറയുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ബൗളിൽ വേണമെങ്കിൽ അതിൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് അരച്ച് നല്ല കുഴമ്പ് പാകത്തിന് അരച്ചിട്ട് ആ മിക്സി കഴുകിയ വെള്ളത്തോടു കൂടി എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. നമ്മളുടെ ചിക്കൻ ഗ്രീൻ പീസ് മസാല അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ മസാല പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല കുറുകിയ രീതിയിൽ നല്ല കൊഴുത്ത മസാലയാണ്. ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. പിന്നെ ആ പാത്രം മിക്സിയുടെ ചെറിയ ബോളും കൂടി കഴുകി കുറച്ച് അകത്തൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ് ആ പൊടി മസാലയും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അരഞ്ഞ രൂപത്തിലായിക്കഴിഞ്ഞു. ഇനി നമ്മളുടെ ചിക്കൻ ഗ്രീൻ പീസ് മസാല തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം.
ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്ക് നമ്മൾ 2 സവാള നീളത്തിന് ഘനം കുറച്ച് അരിയാം, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും ആകാം. ഒരുപാട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടില്ല, എങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്, സ്ലൈസ്ഡ് അല്ല, ചോപ്ഡ്. വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. സവാള നല്ല നിറം മാറുന്നവരെ വഴറ്റണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകാൻ ഏതാണ്ട് ആ ഒരു ബ്രൗൺ കളറാകുന്നവരെ വഴറ്റുക. ഇതിനോടൊപ്പം ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. അപ്പോൾ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ മസാല അരച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ സവാള വഴറ്റുന്നു, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കൻ മസാല തയ്യാറാക്കും. അപ്പോൾ സവാള ഒന്ന് ചെറുതായി വാടി തുടങ്ങുമ്പോൾ നമ്മൾ അടുത്ത കാര്യം കൂടി ചേർക്കണം. കറിവേപ്പിലയും സവാളയാണ് ആദ്യം ചേർത്തത്. ഇനി 2 പച്ചമുളക് 2ആയി പിളർന്നത് അതും കൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്ന് വീണ്ടും ഒന്ന് വഴണ്ട് സവാളയുടെ നിറം മാറുന്നവരെ മൂത്ത് കിട്ടണം. ഇപ്പോൾ സവാളയുടെ നിറം ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുന്നു. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറുകയാണ്. സവാളയുടെ ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞു, അതായത് അളവൊക്കെ കുറഞ്ഞ് പകുതിയോളം അങ്ങ് ചുരുങ്ങി. അപ്പോൾ ഒരു ബ്രൗൺ കളറായി തുടങ്ങുന്നു. ശരിക്കും കളർ മാറണം, മാറി ഒരു ബ്രൗൺ ആയി വരണം. അന്നേരം നല്ല മൂത്തൊരു മണമൊക്കെ വരും. ആ സമയത്ത് നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ്, ഇതിലിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെന്താ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി ഒരു വലിയ കഷ്ണം അല്ലെങ്കിൽ 2 കഷ്ണം മീഡിയം, പിന്നെ ഒരു 12ഓളം ചെറിയ ഉള്ളി, പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചേർന്നിട്ട് അരച്ചെടുത്തതാണ് പേസ്റ്റ്. ഇനി ഈ ഒരു മസാല പേസ്റ്റും ഈ മൂത്ത് കിടക്കുന്ന സവാളയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറണം. ആ പച്ചച്ചുവ മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റാം. ഇപ്പോൾ നല്ല മസാലയുടെ മണം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് ആ എണ്ണയിൽ നിന്നും വിട്ട് വരുന്നൊരു പാകമായി കഴിഞ്ഞു, പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണം, അപ്പോൾ ഒരു മീഡിയം സൈസ് കോഴി, ഏതാണ്ട് ഒരു 1.5 കിലോ 600-ൻ്റെ കോഴി, തൊലിയെല്ലാം കളഞ്ഞ് നമ്മളൊരു 20 കഷ്ണങ്ങളായിട്ട് മുറിച്ചു. അങ്ങനെ ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മസാലയെല്ലാം ചിക്കൻ്റെ കഷ്ണങ്ങളിൽ പൊതിഞ്ഞ് ഇങ്ങനെ ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ വഴറ്റാം. അതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആദ്യം ചേർക്കാം, പിന്നെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം. എന്തായാലും ഇത് കഷ്ണങ്ങളിലൊക്കെ ചെറിയ അരപ്പിലൊക്കെ ഉപ്പ് പിടിക്കട്ടെ. അപ്പോൾ ഇപ്പം തന്നെ ഒരു ചിക്കൻ ഇങ്ങനെ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ചിക്കൻ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇത് ചിക്കൻ വെന്തിട്ടില്ല. അപ്പോൾ ചിക്കൻ വേകുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങും, ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളവും പിന്നെ ഒരു അല്പം വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം, ഒരു 1/4 കപ്പോളം വെള്ളം. അപ്പോൾ എന്തായാലും 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കഴിഞ്ഞിട്ട് മതി വെള്ളം ഒഴിക്കണം. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞു. കാര്യം ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമല്ലേ, അതിൽ നിന്നും കുറേശ്ശെ വെള്ളം ഊറാൻ തുടങ്ങുന്നു. ഇച്ചിരി ഈ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇനി ഒരല്പം വെള്ളം, ഒരു 1/2 മുതൽ 1/4 കപ്പ് വെള്ളം വരെ ആകാം. നല്ല കുറുകിയ ഒരു ചാറായി. ഇനി ഇച്ചിരി കൂടെ വെള്ളം എന്തായാലും ചിക്കനിൽ നിന്നും വരും. ഇനി പാത്രം ഒന്ന് അടച്ച് ഈ മസാലയിൽ കിടന്ന ചിക്കൻ നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മൾ പാത്രം അടച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം നമ്മൾ പാത്രം ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകട്ടെ, അരപ്പെല്ലാം ഇങ്ങനെ കുറുകി ആ ഒരു രീതിയിലാകട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ ഞാൻ പാത്രത്തിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നോക്കും കുറച്ചുകൂടി ചാറലായി. നമ്മൾ ആകെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടു, ബാക്കിയെല്ലാം ചിക്കനിൽ നിന്നിറങ്ങിയ ചാറാണ്. അപ്പോൾ ഇനി ഈ ചാറും കൂടി അല്പം കൂടി ഒന്ന് പറ്റും. കാര്യം ചിക്കൻ്റെ കഷ്ണങ്ങൾ ഏതാണ്ട് 1/4 വേഗമായി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി വെന്ത് കഴിയുമ്പോൾ
കറക്റ്റ് പാകത്തിനുള്ള ചാറാകും. ഇനി നമുക്ക് ഗ്രീൻ പീസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് മസാലയല്ലേ, അപ്പോൾ ഏതാണ്ട് ഒരു 3/4 കുക്ക്ഡാണ്. അപ്പോൾ ഇനി ഒരു കുറച്ച് ഭാഗം കൂടി വെന്ത് കിട്ടാനുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വേവിച്ച ഗ്രീൻ പീസാണ്. ഇത് ഫ്രഷ് ഫ്രോസൺ പീസാണ്. ഇത് വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ, ഫ്രീസറിൽ വെക്കുന്ന രീതിയിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേകാത്ത ഗ്രീൻ പീസ് ആണെങ്കിൽ, ഇപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് ചിക്കനോടൊപ്പം ഇട്ട് വേവിക്കണം. അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ നേരത്തെ ഒരു അരപ്പാക വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കണം. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ പീസാണ്. അത് ആ തണുപ്പെല്ലാം മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ കഴുകിയെടുക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 200 ഗ്രാം വരെ ഗ്രീൻ പീസ് ചേർക്കാം, ഇഷ്ടാനുസരണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണെങ്കിലും ചിക്കനോടൊപ്പം ചേർക്കുക, പെട്ടെന്ന് ഒരുപോലെ വെന്ത് കിട്ടും. ഇപ്പം നമ്മളുടെ ചിക്കൻ്റെ കഷ്ണങ്ങളും എല്ലാം പാകത്തിന് വെന്ത് ചാറെല്ലാം ഒന്ന് കുറുകി ആ ഗ്രീൻ പീസിൻ്റെ ആ പച്ച കളറും ഒക്കെ ആയിട്ട് ഒരു കുഴഞ്ഞ പാകത്തിനായിട്ടുണ്ട്. നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് ചിക്കൻ ഗ്രീൻ പീസ് മസാല റെഡിയാണ്. നമ്മൾ അടുപ്പിൽ നിന്നും മാറ്റി ഇനി ഇതേ അടുപ്പിലൊരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. ലാസ്റ്റ് ഒരു താളിക്കലുണ്ട്, അതാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിരുന്ന കാര്യം. അപ്പോൾ ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് ഇതേ അടുപ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ. ഇപ്പോൾ നമ്മളിതിലൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞു. 4-5 ടേബിൾ സ്പൂൺ ചേർത്ത്, അത് ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ചിട്ട്. ഇനി ഇതൊരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ചെറിയ ഉള്ളിയാണ്, ഒരു 5-6 ചെറിയ ഉള്ളി നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞു വയ്ക്കുക. പിന്നെ നമ്മളൊരു 1/4 കപ്പോളം മല്ലിയില ചെറുതായി അരിഞ്ഞത്. പിന്നെ കറിവേപ്പില, വീണ്ടും നമ്മൾ കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചാണ് ചേർക്കുന്നത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മളൊരു 5-6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ഇനി കുറച്ച് കറിവേപ്പില എക്സ്ട്രാ ചേർക്കാം. നമ്മൾ കറിവേപ്പില ആദ്യമേ തന്നെ നമ്മളുടെ മസാലയിലൊക്കെ ചേർത്തിരുന്നു. എങ്കിലും കറിവേപ്പില എപ്പോഴും നല്ലൊരു സ്വാദ് വരുന്ന കാര്യമല്ലേ. നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്വാദാണ് വെളിച്ചെണ്ണ കറിവേപ്പില താളിക്കലിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ചെറുതായി മൂക്കാൻ തുടങ്ങുന്നു, കളർ മാറി തുടങ്ങുന്നു. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഈ മല്ലിയിലയും കൂടി ചേർക്കാൻ പോവാണ്. ഇപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു മണം, മല്ലിയില ഇങ്ങനെ കിടന്ന് മൂക്കുന്നൊരു മണം. ചെറിയ ഉള്ളി, മല്ലിയിലയും കറിവേപ്പിലയും നല്ല ക്രിസ്പി ആയി കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മളുടെ ചിക്കൻ ഗ്രീൻ പീസ് മസാലയുടെ മുകളിലായിട്ട് ഈ കാര്യങ്ങൾ, അതായത് നല്ല കരുകരുപ്പായി മൂത്ത മല്ലിയില, അതിനോടൊപ്പം ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം ചേർക്കും. ആ എണ്ണയോടുകൂടി തന്നെ ചേർക്കും. കംപ്ലീറ്റ് ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കും. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. ഇനി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായി ചിക്കൻ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ മസാല പല രീതിയിലാണ് പല ആൾക്കാരും തയ്യാറാക്കുന്നത്, പലതരം റെസിപ്പീസ് ഉണ്ടാകും. പക്ഷേ ഇതെൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ ചിക്കൻ ഗ്രീൻ പീസ് മസാല തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റേതായ ചില ചെറിയ വ്യത്യാസത്തോടുകൂടി, മാറ്റങ്ങളോടുകൂടി നമ്മളുടെ കുറേ കാര്യങ്ങളിൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.